സമസ്തയിൽ ഒരിക്കലും സാധ്യമാവില്ല എന്ന് നമ്മളൊക്കെ കരുതിയ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായി 1957 EMS വന്നതിന് ശേഷം ഇപ്പോൾ സമസ്തയുടെ സമ്മേളനം നടക്കുന്ന 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ആർക്കും സമസ്തയുടെ വേദിയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. കാരണം സമസ്ത ഒരു മതസംഘടനയാണ്. മാത്രമല്ല, മതസംഘടനയാണെങ്കിലും മുഖ്യമന്ത്രിമാരൊക്കെ പല വേദികളിലും പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇത് സമസ്തയെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് സമസ്തയെ ഒരു പിൻസീറ്റ് ഡ്രൈവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ആണ് ഇതുവരെ ഉണ്ടായിരുന്നത്. സമസ്തയുടെ പ്രസിഡന്റായി സയ്യിദുൽ ഉലമ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജിബ്രി തങ്ങൾ വന്നതിന് ശേഷം സമസ്തയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് സമസ്തക്ക് സ്വന്തമായ ഒരു അസ്തിത്വം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജിബ്രി തങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടത് മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ CPIM ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. സമസ്തയുടെ പ്രസിഡന്റ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ അവിടേക്ക് ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ജിബ്രി മുത്തുക്കോയ തങ്ങൾ വളരെ കൃത്യമായി പിണറായി വിജയനെ എടുത്ത് പ്രശംസിക്കുകയും ചെയ്തു. പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയാണ്. പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ മലപ്പുറത്ത് നിന്ന് അല്പം മാറി കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ചാൽ അവരുടെയൊക്കെ വീട്ടിലേക്ക് എത്താം. അത്രയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് ജിബ്രി തങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ നല്ല വെടിപ്പായി തന്നെ പറയുകയാണ്. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സമർത്ഥനും ധീരനുമാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയാണ് ജിബ്രി തങ്ങൾ. അവിടെ നിന്ന് തന്നെ വ്യക്തമാണ് ജിബ്രി തങ്ങൾക്ക് പിണറായി വിജയനിൽ വിശ്വാസമുണ്ട്. മാത്രമല്ല, സമസ്തയുടെ നിലപാട് മാറ്റത്തിൻ്റെ ഒരു ഘട്ടം അവിടെ തുടങ്ങുകയാണ്. സമസ്ത മുൻകാലങ്ങളിൽ EMSഉം നായനാരും VS ഒക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായി CPIMൻ്റെ ഭാഗമായി തന്നെ കേരളം ഭരിച്ചിട്ടുണ്ട്. അവരെ ആരെയും സമസ്തയുടെ സമ്മേളന വേദിയിലേക്ക് ഇതുവരെ കയറ്റിയിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ 100 വർഷം പിന്നിടുന്ന സമസ്തയുടെ സംഭവബഹുലമായ ചരിത്ര മുഹൂർത്തത്തിന് ആ സമ്മേളന വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളത് സമസ്തയിൽ വന്ന വലിയ മാറ്റത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. പിണറായി വിജയൻ ആ വേദിയിലേക്ക് വരുന്നതും അവിടെ കിട്ടുന്ന പരിഗണനയും, മാത്രമല്ല സമസ്തയുടെ പ്രസിഡന്റ് ജിബ്രി മുത്തുക്കോയ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും തൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിലും പിണറായി വിജയന് സീറ്റ് ഒരുക്കുന്നതും അദ്ദേഹത്തെ മാന്യമായി സ്വീകരിക്കുന്നതും വലിയ പരിഗണന നൽകുന്നതും ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിണറായി സഖാവ് കയറി വരുമ്പോൾ അവിടെ കിട്ടിയ സ്വീകരണമൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ജിബ്രി തങ്ങൾ അദ്ദേഹത്തിന് ഒരു ആതിഥേയ മര്യാദ എന്നുള്ള നിലയിൽ എന്തോ കഴിക്കാൻ നൽകുന്നതും നമ്മൾ കണ്ടു. അതിൽ നിന്ന് പിണറായി വിജയൻ ആദ്യം തങ്ങളോട് തിരിച്ച് അത് കഴിക്കാൻ പറയുകയും അതിനുശേഷം പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അത് പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അജ്വ വിഭാഗത്തിൽ പെടുന്ന ഈത്തപ്പഴമാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. മാത്രമല്ല, സമസ്തയുടെ സമ്മേളനങ്ങൾക്ക് ഇത്രയും പ്രാധാന്യവും പ്രൗഢിയുമൊക്കെ കൈവരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതാക്കൾക്കും തുല്യമായ പരിഗണനയും അർഹതയും അവസരങ്ങളും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കപ്പെടുന്നു, മറ്റു അതിഥികളൊക്കെ അതിലേക്ക് വരുന്നു. ഇത് സമസ്തയിൽ വന്ന പ്രകടമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. സമസ്ത സ്വയം അസ്തിത്വം കൈവരിച്ചിരിക്കുന്നു. സമസ്തക്ക് ആരെയും ഭയപ്പെടാനില്ല. മുസ്ലിം ലീഗിൻ്റെ കാൽച്ചുവട്ടിൽ കടന്ന് മുൻകാലങ്ങളിൽ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മുഖ്യമന്ത്രി മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ സന്ദർശിക്കുകയോ അവരെ കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ സമസ്തയുടെ നേതാക്കൾക്ക് പണ്ട് കാലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഓരം പറ്റി നിന്നുകൊണ്ട് മാത്രമാണ് അത് സാധ്യമായിരുന്നത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം ജിബ്രി തങ്ങളുടെ ഏത് ഫോൺ കോളുകളും ഏത് സമയത്ത് അറ്റൻഡ് ചെയ്യാനും വലിയ പരിഗണന നൽകാനും തയ്യാറായതിലൂടെ സമസ്തയിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈ തുടക്കം സമസ്തക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളെ ഇത്തരം മതസംഘടനകളെ പരിസരത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിലും സമസ്തക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സമ്മേളനം അതിൻ്റെ ഒരു തുടക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.